സൂര്യ ഇപ്പൊ പറഞ്ഞല്ലോ കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതെ. എന്നായിരുന്നു തുടക്കം, ഈ കലാപരമായിട്ടുള്ള ജീവിതത്തിലോട്ടുള്ള തുടക്കം? എന്റെ ഫസ്റ്റ് എൻട്രി മിസ് കേരള കോമ്പറ്റീഷനിൽ കൂടെയായിരുന്നു. ഏത് വർഷം? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മിസ് കേരള കോമ്പറ്റീഷനിൽ പോയതാണ്. എന്റെ ഡാൻസിന്റെ ഇവിടെ മൂവാറ്റുപുഴ, ഞാൻ നമ്മുടെ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ അവിടെ അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്നെ കോമ്പറ്റീഷന് വിട്ടതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ, എല്ലാം ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെയാണ് ഫുൾ ടീം വന്നേക്കുന്നത്. അവിടെ ചെന്നപ്പോ ഞാൻ ജസ്റ്റ് മത്സരിച്ചു. അപ്പൊ ഞാൻ 20 പേരിൽ ഒരാളായി. അത് കഴിഞ്ഞ് മെയിൻ കോമ്പറ്റീഷൻ വന്നപ്പോൾ എനിക്ക് 4ാം സ്ഥാനം. എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല, കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ അതിൽ കുറച്ച് ഒരു ടോക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ആൻസർ പറഞ്ഞിരുന്നു. എന്താണ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പണമാണോ സ്നേഹമാണോ ജീവിതത്തിൽ വലുതെന്ന് ചോദിച്ചു. എന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പണമായിരുന്നു വലുത്. കാരണം ഞാൻ ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ജീവിച്ച് വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അരി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കടക്കാരനെ നോക്കി പോയി ചിരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ലൈഫിൽ എനിക്ക് പണം തന്നെയാണ് വലുതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര വിവാദമായി. കാരണം ഇപ്പോഴത്തെ തലമുറ ഫുൾ പണത്തിന്റെ പുറകിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വൻ ന്യൂസും സംഭവമൊക്കെയായി. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്. എപ്പോഴും വിവാദങ്ങൾ മനുഷ്യന്മാരെ വളർത്തുന്നു പറയുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് കറക്റ്റ് ആയിരുന്നു. എന്താണ്, ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ കൃത്യമായിട്ട് പൈസ ചോദിക്കാം? ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരി അല്ല. പക്ഷെ എന്റെ അപ്പോഴത്തെ അവസ്ഥയാണ്. അച്ഛൻ ഇപ്പം ജോലി ചെയ്യുന്നില്ല. അച്ഛൻ നേരത്തെ കേന്ദ്ര ഗവൺമെന്റിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പോസ്റ്റ് ഓഫീസിലെ മഹിളാ പ്രധാന ഏജന്റ് ആയിരുന്നു. നിങ്ങൾ എത്ര പേരാണ്? ഞാൻ ഒറ്റ മോളാണ്. ഒറ്റ മോളാണ്. അതെ. വിവാഹിതയാണോ? വിവാഹിതയല്ല. അല്ല. അപ്പം എന്തായാലും സുഖമായിട്ട് ഇപ്പം അഭിനയിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. സമാധാനമായിട്ട് ബിഗ് ബോസിലൂടെ ഇപ്പം വളരെ പ്രശസ്തി നേടുകയും ചെയ്തു. അതെ, എനിക്ക് കുറെ, ഞാൻ പറഞ്ഞ പോലെ കുറെ ആഗ്രഹമായിരുന്നു. ഒത്തിരി സിനിമകളും ഷോസ് ഒക്കെ ചെയ്തെങ്കിൽ പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എവിടൊക്കെയോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. ഞാനും ആദ്യം കണ്ടപ്പോ എവിടൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ പിന്നാണ് ഞാൻ വിചാരിച്ചത് ദുബായില് ഏതോ ഒരു ഷോയ്ക്ക് അല്ലേ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റേഡിയോ ഷോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ബിഗ് ബോസ് എന്ന ഷോ വന്ന ശേഷമാണ് കുറച്ചുപേരെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോ സൂര്യ അല്ലേ എന്ന് ചോദിക്കുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതെ. സൂര്യയുടെ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണ്? എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. പക്ഷെ എൻ്റെ പല കാര്യങ്ങളും നേടാൻ വേണ്ടി ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും നമുക്ക് അരങ്ങേറാൻ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനൊന്നും പൈസ ഒന്നും ഉണ്ടാവാറില്ല. അപ്പം അമ്മയ്ക്കുള്ള ഒരു ചെറിയ സ്വർണ്ണത്തരിയൊക്കെ വെച്ചിട്ടൊക്കെ പണയൊക്കെ വെച്ചിട്ട് അമ്മ എനിക്ക് കാശൊക്കെ ഉണ്ടാക്കി തന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അമ്മയുടെ പല ഇഷ്ടങ്ങളും നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ തന്നെ അമ്മയുടെ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ് അമ്മ എൻ്റെ പല കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമാണ്. തീർച്ചയായും. അപ്പം അമ്മയും അച്ഛനും പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഒരു വിവാഹം? അച്ഛനും അമ്മയും കൂടെ സമ്മതിക്കുന്ന ഒരു വിവാഹമായിരിക്കും. അതായത് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകത്തൊന്നുമില്ല. അച്ഛനും അമ്മയും ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആളെ വിവാഹം ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇത്ര നാളെ തീരുമാനിക്കുന്ന ഒരു വിവാഹത്തിനോട് യോജിക്കുമോ എന്നാ ചോദിക്കുന്നത്. എനിക്ക് ലവ് അറേഞ്ച്ഡ് മാരേജ് ഇഷ്ടം. അപ്പം ഞാൻ പറയുന്ന വ്യക്തികൾ എന്തായാലും അച്ഛനമ്മയും സ്വീകരിക്കും. വിശ്വാസമുണ്ട്. അതെ, വിശ്വാസം രക്ഷിക്കട്ടെ. അതെ. ബിഗ് ബോസിന്റെ അനുഭവങ്ങൾ എന്താണ്? നല്ല അനുഭവമാണോ? പലരും പലതും പറയുന്നുണ്ട്. നല്ല രസമാണ്. കാരണം ചിലർക്ക് ചിലരുടെ ഹാബിറ്റുകൾ കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയ ഒരു വേദിയാണ്. ചിലർക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു വേദിയാണ്. ചിലർക്ക് തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ചിലർക്ക് സുഖകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. സുഖകരമായ അനുഭവം ഉള്ള ഒരാളെ പോലെ എനിക്ക് ഓർമ്മയില്ല എന്റെ സീസണില്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ജയിക്കാൻ വേണ്ടി വരുന്നതാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ വിശ്വസിക്കണം എന്നില്ല. അപ്പൊ എനിക്ക് കുറെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് വേറെ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു രഹസ്യം, ഇപ്പം സാർ ഇപ്പൊ ഓൾറെഡി ഇതിലൊരു കോണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. രഹസ്യം പറഞ്ഞു. അതെ, എൻ്റെ അടുത്ത് ആള് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അപ്പം പിറ്റേ ആഴ്ചയായിരിക്കും ഈ നോമിനേഷൻ വരുന്നത്. നോമിനേഷൻ വരുമ്പോഴത്തേക്ക് സാറ് പറയാ, അതെ സൂര്യ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സൂര്യ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അത് നമ്മുടെ മലയാളി അത് പാരയാണ്. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചായിരിക്കും ഒരു കാര്യം പറയുന്നത്. നമ്മുടെ മലയാളി സമൂഹത്തെ മൊത്തം അവഹേളിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സൂര്യ നമുക്ക് ഔട്ടാകണം എന്ന രീതിയിൽ അങ്ങ് പിടിച്ച് നോമിനേറ്റ് ചെയ്തോളി. നമ്മൾ പുറത്തിറങ്ങി ടി വിയിൽ കാണുമ്പോഴല്ലേ ആരൊക്കെയാണ് നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയാൻ പറ്റുമോ. അതുവരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിലേക്ക് നമ്മൾ നോക്കി ചക്കരയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. വെളിയിൽ ഇറങ്ങുമ്പോൾ അയ്യോ ഇങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കാണ്. എന്താണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു ഇൻസ്റ്റൻസ്?
ഓക്കെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു നാണയ പെരുമ എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. നമുക്ക് ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നാണയം കളക്ട് ചെയ്തതിൽ ആദ്യത്തെ 3 പേരിൽ 3ാമത്തെ പൊസിഷൻ എനിക്കായിരുന്നു. അത്രയും പേരിലൊരു വലിയ നേട്ടം തന്നെയാണത്. അപ്പം അങ്ങനെ നേടി നിന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അത് സെക്കൻഡ് റൗണ്ട് വന്നത് ഓടിപ്പിടുത്തം കളിക്കുന്ന ഒരു സംഭവം. ഓടിച്ചിട്ട് ഒരു സാധനം വെച്ചിട്ട് ബാക്കിൽ വെച്ചിട്ട് ഓടും. അപ്പം അത്രയും പോയിന്റ് കിട്ടിയിട്ട് പുറത്തുള്ള ഓഡിയൻസ് എന്നെ സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണല്ലേ ഇത്ര പേരുടെ കൂടെ മത്സരിച്ച് കിട്ടിയില്ലേ, അതൊന്നും പറയാതെ ഞാൻ ഓടി പിടിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് പ്രഷർ വേരിയേഷൻസ് ഉണ്ട്. എനിക്ക് ഓൾറെഡി എൻ്റെ ശരീരത്തിനുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല എനിക്ക് സ്ത്രീകളുടേതായ നമുക്കൊരു മണത്തിലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അതും കൂടെ കൂടി കണക്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനത് ഓടുന്ന സമയത്ത് ഞാൻ വീണുപോയി. ഞാൻ 1-2 വട്ടം വീണുപോയി. അപ്പം എന്നോട് വേറെ 1-2 കണ്ടസ്റ്റന്റ് പറഞ്ഞു, സൂര്യ നീ പോയി റെസ്റ്റ് എടുത്തോ, കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുത്തോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, അവളെ ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റില്ല, അവളെ എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് വന്നതാണ്, അപ്പോൾ ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ ഓടി. പക്ഷെ നമ്മൾ എഡിറ്റഡ് വേർഷനാണ് വെളിയിൽ കാണുന്നത്, നമുക്ക് ലൈവ് ഉണ്ടായിരുന്നില്ല നമ്മുടെ സീസണിൽ. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ കുറേ ട്രോളും ഒക്കെ ചെയ്തു. അവൾക്ക് ഓടാൻ വയ്യ, അവളുടെ അസുഖം അവൾ അഭിനയിക്കുകയാണ്, നമ്മൾ അവിടെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുള്ള അവരറിയുന്നില്ല. പക്ഷെ എത്ര വട്ടം വീണു, എത്ര വട്ടം ഞാൻ പ്രഷറൊക്കെ എനിക്ക് നല്ല കുറഞ്ഞു. 70 അവിടെ നടക്കുന്നതിൽ ഒരു എന്താ പറയുന്ന ഒരു 40% അല്ലേ വെളിയിൽ വരുന്നു. പക്ഷെ ഈ സീസണിൽ ലൈവ് ഉണ്ടായിരുന്നോണ്ട് കുറെ കൂടി ആളുകളിലേക്ക് റിവീൽ ചെയ്തു. പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം നമ്മുടെ നേട്ടത്തെ അംഗീകരിക്കാതെ നമ്മുടെ കോട്ടത്തെ മാത്രം ഒത്തിരി ട്രോളൊക്കെ ആയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം. എത്ര ദിവസം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ? ടോട്ടൽ ഒരു 94 ഡേയ്സ് ആയിരുന്നു ബിഗ് ബോസ് ഉണ്ടായിരുന്നത്. അതിൽ 91 ഡേയ്സ് സർവൈവ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. 91 ഡേയ്സ് ഉണ്ടായിരുന്നില്ലേ? അതെ അതെ. അപ്പൊ നല്ലൊരു തുക കിട്ടി കാണുമല്ലോ. അത്യാവശ്യം ഇപ്പൊ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറവാണ്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തതിന് എനിക്ക് ദൈവം ഒരു ഇത് തന്നു, പരിഹാരം തന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. വെരി ഗുഡ്.